നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പൊതുവെ പറയും, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആയാലും അല്ലെങ്കിൽ സ്റ്റോക്സ് ആയാലും ഇതിൽ റിസ്ക്കുകളുണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടാക്സസ് ഉണ്ട്. ഈവൻ ഇഫ് നമ്മളൊരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാലും ഈസ് ഇറ്റ് ആക്ച്വലി വെർത്ത്? നമ്മൾ ഈ ടാക്സും അതുപോലെ ഇതിലെടുക്കുന്ന റിസ്ക്കും ഒക്കെ നമുക്ക് വെർത്താണോ ശരിക്കും? ഇൻ ദ ലോങ് റൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് കറക്റ്റ് ആണ്. സാധാരണക്കാർക്ക് അറിയാത്ത ഒരുപാട് റിസ്കുകൾ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് റിസ്ക് കേട്ടിട്ടുണ്ടാവും ആൾക്കാർ, ഇൻഫ്ലേഷൻ റിസ്ക് ഉണ്ട്, കറൻസി, ഫോറിൻ കറൻസി ഒരു വലിയ റിസ്ക് ആണ്. എല്ലാ കൊല്ലവും നമ്മുടെ കറൻസി ഡോളറായിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതെല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും വർത്ത് വൈൽ അല്ല എന്നുള്ള ഒരു സ്റ്റെപ്പ് വരെ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇതിനകത്ത് ഇത് സൊല്യൂഷൻ വേണമെങ്കിൽ ഇതിനകത്ത് നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ ഹെൽപ്പ് വേണം. കാരണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് ആരെങ്കിലും ഒരാൾ ഗൈഡ് ചെയ്യാൻ വേണം. ഇന്ന് മാർക്കറ്റ് വൈഡ് ഓപ്പൺ ആണ്, എല്ലാവർക്കും എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാഡ് ആണോ ഗുഡ് ആണോ എന്നുള്ളത് മേ ബി ആഫ്റ്റർ 10 years 15 years അറിയുള്ളൂ. ആൻഡ് ആ പോയിന്റ് ഓഫ് ടൈമിൽ അത് വളരെ ലേറ്റ് ആയി പോകും. അതിനേക്കാളും നല്ലത് ബേബി സ്റ്റെപ്സ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും.